എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പതിപോലെ നമ്മളിപ്പോൾ പുഴയിൽ ചൂണ്ടയിടാൻ വന്നേക്കുവാണ്. നമ്മുടെ സ്ഥിരം തീറ്റയായ മൈദ, മഞ്ഞപ്പൊടി എന്നിവ കുഴച്ചാണ് ചൂണ്ടയിട്ടിരിക്കുന്നത്. കട്ട വെയിറ്റിംഗ് ആണ് മീൻ കിട്ടാൻ വേണ്ടിയിട്ട്. വെള്ളം ഇറങ്ങിപ്പോയതുകൊണ്ട് ഇവിടെ മൊത്തം ചെളിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. അച്ഛൻ മീൻ അടിക്കുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അച്ഛാ, നമുക്ക് അക്കരയിൽ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വലിയ മോട്ടറാണ്. വലിയ 2 മോട്ടറാണ്. റൈറ്റ് സൈഡിൽ കിടന്ന് വെളുത്ത് കാണുന്നത്. ഒരുപാട് വെള്ളം വലിച്ചെടുക്കുന്നതാണ്. നമ്മുടെ എറണാകുളം ഭാഗത്തായിട്ടൊക്കെ വെള്ളം കൊടുക്കുന്നത് ഈ പൈപ്പ് വഴിയാണ്. ഇവിടെയൊക്കെ കണ്ടോ, ചെളിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. വെള്ളം കയറി ഇറങ്ങിയതിൻ്റെ ചെളിയാണ് മൊത്തം. പുല്ലനൊക്കെ ഉണ്ട്, മീനുണ്ട്. ഇത് മീൻ മറിയുന്നത് കാണാം. മീൻ മറിയുന്നത് കണ്ടോ, മീനൊക്കെ ഉണ്ട്, ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്. നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അക്കരെ ആൾക്കാരൊക്കെ നിൽക്കുന്നത് കാണാം, വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേ മീൻ കിട്ടി. മീനടിച്ചിട്ടുണ്ട്. അച്ഛൻ നോക്കുന്നുണ്ട് മീൻ. എന്ത് മീനാണെന്നറിയത്തില്ല. പുല്ലനാണോ അതോ കുയിലൊക്കെ ഉണ്ട്, കുയിലാണോ എന്നറിയത്തില്ല. പതിയെ വലിച്ചെടുക്കുന്നുണ്ട്. എന്തായാലും നോക്കാം, അടുത്ത് വരുമ്പോൾ അറിയാം. എന്തായാലും ആ കോരുവല എടുത്തൊന്ന് നമുക്ക് കോരി നോക്കാം. എന്തായാലും മീനടുത്തിട്ട് വരുമ്പോഴത്തേക്ക് വെയിറ്റ് കാരണം കൊണ്ട് പൊക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൊളുത്ത് പിടിച്ച് ചിലപ്പോൾ. പ്രത്യേകിച്ച് നമ്മുടെ പുല്ലനൊക്കെ ആകുമ്പോഴത്തേക്കും ചെറുതായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു പുല്ലനാന്ന് തോന്നുന്നു. പുല്ലെന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങൾ തൂളി എന്നൊക്കെ പറയും. പുല്ലനാകാനാണ് സാധ്യത. അതാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കീറി ചൂണ്ട വലിക്കുമ്പോഴത്തേക്കും കീറി പോകാം. അതായത് പുല്ലൻ തന്നെയാണ്. എന്തായാലും കോരിയെടുക്കാം, അല്ലെങ്കിൽ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അയ്യോ. കോരിയെടുത്തിട്ടുണ്ട്. അതെ, പുല്ലൻ തന്നെയാണ്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പുല്ലനാണ്, കുഴപ്പമില്ലാത്ത പുല്ലൻ. എന്തായാലും എൻ്റെ കൊളുത്തൊക്കെ ഒന്ന് ഊരിയെടുക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.